ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ കമന്റ് റിയാക്ഷൻ. നമുക്ക് കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിനും കുറെ കമന്റ്സ് വരാറുണ്ട്. കൂടുതലും പോസിറ്റീവ് കമന്റ്സ് കുറെ വരാറുണ്ട്. എല്ലാം പോസിറ്റീവ് ആണ്. പക്ഷെ എന്താണ്, നമ്മള് ഒത്തിരി കമന്റ്സിന് എല്ലാ കമന്റ്സിനും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റൂലല്ലോ. കോമൺ ആയിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഉള്ളതും നമ്മൾ എടുത്തേക്കുന്നതും പിന്നെ കുറച്ച് എടുക്കാത്തതും നമ്മൾ പറയാം. പിന്നെ നമ്മളോട് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാരും മെസ്സേജ് അയച്ചും കമന്റ്സിനകത്തൊക്കെ ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് നമ്മള് വീഡിയോക്കകത്തൊന്നും വരുന്നില്ല, വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഫോണില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ സൺഡേ ആണ് ലീവ്. അപ്പോൾ ചേട്ടൻ സൺഡേ ലീവ് ആയതുകൊണ്ട് സൺഡേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഗൈസ്, അതുകൊണ്ടാണ്. സോ നമുക്ക് റിയാക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് കമന്റ്, ഇത് ഇപ്പോഴാ കാണാൻ സൂപ്പർ ചബ്ബി ലുക്ക്. എനിക്ക് ഇഷ്ടമല്ല ഗൈസ് വണ്ണം. അവന് ഇഷ്ടമല്ല, ഇതിന്റെ അനിയത്തിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മള് റിലേഷൻ ആകുന്ന സമയത്തൊന്നും ഇങ്ങനെ വണ്ണമില്ല, അത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് വണ്ണം വെച്ചതിന് ശേഷം ഇതാണ് ഒന്നുകൂടെ ഭംഗി. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല രസമല്ലേ, ചിരിയും ഒക്കെ ഭംഗിയാണ് ഗൈസ്. എന്റെ വീട്ടിലും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്റെ അച്ഛനും ചേട്ടനൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ ഒരേ ഡ്രസ്സൊക്കെ ഇടാം. അത് ശരിയാണ് ഗൈസ്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേ ഡ്രസ് ഇടാം, മാറി മാറി. ഇവരുടെ ഡ്രസ്സ് ഞാനും ഇടും, വണ്ണത്തിലൊന്നും ഒരു കാര്യമില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, എനിക്ക് സ്ലിം ആയിട്ടിരിക്കുന്ന ഇഷ്ടം. എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചും എനിക്ക് സ്ലിം ആയിട്ടിരിക്കുന്നതാണ് ബെറ്റർ. മീൻസ് ആരോഗ്യം വേണം, പക്ഷെ വണ്ണം ഒത്തിരി ആണെങ്കിൽ പ്രശ്നമാണ്. ഈ കൈ കൊണ്ട് തന്നെ ഈ ബോഡി ഫുള്ള് മാനേജ് ചെയ്യണം. ആവശ്യത്തിനുള്ള വണ്ണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒത്തിരി വണ്ണം ഹെൽത്ത് നോക്കാതല്ല, പക്ഷെ എനിക്ക് വണ്ണം ഉള്ളതാ ഇഷ്ടം. വണ്ണം പ്ലസ് വയറുണ്ട് ഗൈസ്. കഴിക്കുന്നുണ്ട് ഗൈസ്, കഴിക്കുന്നുണ്ട് ഗൈസ്, എക്സസൈസും ചെയ്യുന്നുണ്ട് ഗൈസ്. എവിടെയെങ്കിലും എണ്ണീറ്റ് നടക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം, പുറത്താണെങ്കിലും. പുറത്ത് മീൻസ് രാജ്യം വിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. ഇന്ത്യയില് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും നമ്മള് ഈ സ്പൈനൽ കോഡ് സംബന്ധിച്ചുള്ള എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ അന്വേഷിക്കുകയും അതിന്റെ എൻക്വയറി ഒക്കെ ചെയ്ത് ഓരോന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാ. അവസാനമാണ് നമ്മൾ CMC വെല്ലൂര് പോയത്. അത് ഭയങ്കര ബെറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. മീൻസ് PMR ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഈ ഫിസിയോതെറാപ്പി ഇങ്ങനത്തെ ട്രീറ്റ്മെന്റിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പം ട്രീറ്റ്മെന്റ് പിന്നെ അല്ലാണ്ട് ഫിസിയോതെറാപ്പി ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പം ട്രീറ്റ്മെന്റ് നോക്കുന്നുണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ ആയുർവേദമൊക്കെ ചുമ്മാ സൈഡിൽ ഇങ്ങനെ നോക്കാം എന്നൊക്കെ, ചുമ്മാ എന്നല്ല, സൈഡിൽ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. നോക്കാഴികയൊന്നുമില്ല. അടുത്ത കമന്റ്, സാധാരണ ഒരു ഫാമിലി വ്ലോഗിന് സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷെ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ വീഡിയോ ഞാൻ കാണും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. വളരെ നന്ദി. ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. നമുക്ക് ഒരു വീഡിയോ ഇങ്ങനെ ഇടുമ്പോഴത്തേന് അതിന്റെ അടിയിൽ വരുന്ന നല്ല നല്ല കുറെ കമന്റ്സ് ഉണ്ട്. നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ അല്ലേ. സത്യം എന്നുവെച്ചാ എല്ലാവരും ഇഷ്ടമായിരിക്കും. പക്ഷെ ഞങ്ങളെ ഇഷ്ടമാണ്. അതുപോലെ നമ്മള് തുടരും സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തുടരും സിനിമ കാണാൻ പോയി. പക്ഷെ ഞങ്ങള് ഹലോ ഗൈസ്, ഞങ്ങൾ തുടരും സിനിമ കാണാൻ, നമ്മളൊരു വ്ലോഗ് ചെറിയൊരു ഷോർട്സ് ഇടാനുള്ള രീതിയിലെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ്. പക്ഷെ കുറച്ച് ഭാഗം മാത്രമേ നമ്മള് ലാസ്റ്റ്. അതല്ല ഗൈസ്, സത്യം പറഞ്ഞ തുടരും സിനിമ കാണാൻ പോയി, ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയത്തെ വ്ലോഗ് എടുത്തു. പിന്നെ അങ്ങോട്ട് ഒരു കുന്തം എടുത്തില്ല, മറന്നുപോയി. വ്ലോഗ് എന്നുള്ള കാര്യമേ മറന്നുപോയി. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ബാക്കിലാണ്ട് അവൻ ഫ്രണ്ടിലും. അപ്പൊ ഞങ്ങൾക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്ത് പോകാനും ഒരു ഇത് അങ്ങനെ പ്രശ്നം. ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാര്യം നമ്മള് തിയേറ്ററിൽ ചെന്നപ്പോ തൊട്ട് നമ്മൾ 11 മണിക്കത്തെ ഷോയ്ക്കാണ് കേട്ടോ പോയത്. കാര്യം ആ സമയത്ത് ആൾക്കാർ കുറഞ്ഞിട്ടും ഹൗസ്ഫുൾ ആയിരുന്നു. തുടരും സിനിമയായിരുന്നു, നല്ല പടമായിരുന്നു ഗൈസ്. അപ്പൊ ഇവൻ കാണണമെന്ന് പറഞ്ഞ് ഇവൻ
എനിക്ക് ഇടുക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം ഇവന് കഥ ഏകദേശം അറിയായിരുന്നു, അതെ അറിയാം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ അതിൽ നമ്മള് ബാക്കിൽ, ഞാനും ഇവനും ബാക്കിലായിരുന്നത്. കാര്യം അങ്ങോട്ട് താഴോട്ടൊക്കെ ഇറങ്ങാന് ബുദ്ധിമുട്ടായതുകൊണ്ട് ബാക്കിൽ തന്നെ. പക്ഷെ തിയേറ്ററിലെ അവിടുത്തെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ നമ്മളെ. എന്റെ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി സീറ്റ് ഓൾമോസ്റ്റ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് സോഫ സീറ്റിൽ ഇരിക്കാൻ പറ്റും. അവിടെ ഏറ്റവും ബാക്കിൽ, അപ്പൊ ബാക്കിൽ കൂടെ കയറാനുള്ള സൗകര്യത്തിന്. അപ്പൊ നമ്മള് ബുക്ക് ചെയ്ത് വന്നപ്പോ നടുക്കത്തെ സീറ്റ് ആയിപ്പോയി. നടുക്കത്തെ സീറ്റിലാവുമ്പോൾ എനിക്ക് എന്തായാലും നടുക്ക് പോയി ഇരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ കയറുന്ന സ്ഥലത്തെ എനിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. വീൽ ചെയറിലെ എനിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തു എന്നുള്ളൊരു പേരില്ല. അപ്പൊ ഞാന് അവര് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന പോലെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് സൈഡിലുള്ള അവർക്ക് ഇരിക്കാൻ സൈഡിലുള്ള ഒരു സീറ്റ് തന്നിട്ട് എന്നെ അപ്പുറത്ത് വീൽ ചെയറിലൊക്കെ ഇരുത്തി ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് വന്നിട്ട് ഒരുമിച്ച് വന്ന് പടം കണ്ടിട്ട് കുറെ പേര് വന്ന് സെൽഫി എടുത്തു. പിന്നെ ഒത്തിരി പേര് വന്ന് സംസാരിച്ചു. എന്റെ അടുക്കെ ചോദിച്ചു മറ്റേ ഉടമ്പണത്തിന് കുറെ പേര് ചോദിക്കാം. ഞാൻ ഉടമ്പണത്തിന്റെ ഞാൻ മറന്നു എന്റെ പേര്. എന്നിട്ട് എന്നോട് വന്നിട്ട് ഉടമ്പണത്തിനകത്ത് ആണോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതെ, ഞാൻ അതിനകത്ത് ATM മെഷീൻ ഞാനായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. എന്താ ഞാൻ പറഞ്ഞേ? ഈ കമന്റ് പറഞ്ഞേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇനി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നേൽ യദു സ്റ്റിൽ ലവ് ഹർ ഓർ റിജക്ട് ഹർ. ഇട്ടിട്ട് പോവായിരിക്കും ഗൈസ്. 2-3 സെറ്റപ്പ് സൈഡിലുണ്ടെങ്കിലും എന്നെ ഇട്ടിട്ട് പോത്തില്ലായിരിക്കും ഗൈസ്. അല്ലേ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്ന ടീഷർട്ട് എല്ലാം കൊണ്ട് ഇതായി വയറ് കാണും. നിങ്ങൾ ഒരേ ഏജ് ആണോ? അല്ല ഗൈസ്, ഇവൻ എന്റെ മൂത്തതാണ് ഗൈസ്. എന്നെക്കാൾ ഇളയതാണ് ഗൈസ്. പിന്നെ ക്വസ്റ്റ്യൻ വരും, അത് കമന്റ്സിനകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ പിന്നെ റിയാക്ട് ചെയ്ത്. ഒരു താലി കെട്ടി ഒന്നും കൂടെ ഉറപ്പിക്കുക, എന്നാൽ രണ്ടാൾക്കും ഒരു വീട്ടിൽ നിൽക്കാലോ. താലി വേണ്ട കൈസ് ഒരു വീട്ടിൽ നിൽക്കാൻ. ഇത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കൈസ്, ഇനി ഉറപ്പിക്കാനൊന്നുമില്ല. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മൾ കല്യാണം ഇപ്പൊ കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. രണ്ടുപേരും ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പൊ കെട്ടാനും ഓക്കെയാണ് കൈസ്, പക്ഷെ കുറച്ച് നമുക്ക് രണ്ടുപേർക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കല്യാണം നടത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമൊക്കെ പൊളിഞ്ഞു പോയൊരു നിമിഷമാണ് ഈ നിമിഷം. അതെ, ആക്സിഡന്റ് പറ്റിയിരിക്കുന്നോണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നും വെച്ചോണ്ട് നമ്മുടെ കല്യാണം നമ്മളത് നടത്തും. എല്ലാരെയും അറിയിച്ച് നല്ല രീതിയിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അതുകൊണ്ടാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതിനെയൊക്കെ സംബന്ധിച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല. കല്യാണം കഴിക്കണ്ട ഗൈസ്, കഴിക്കും. കല്യാണം കഴിച്ച പോലെ തന്നെയാണ് ഗൈസ് ഇപ്പോഴും. അതിന് താലി വേണമെന്നുണ്ടോ? വേണമെന്നില്ല ഗൈസ്. ഹായ് എപ്പോഴും ഇത് തമിഴ്നാട്ടിൽ നിന്ന് നമുക്കൊരു കമന്റ് വന്നതാണ് ഗൈസ്. എപ്പോഴും തമിഴ്നാട് ഫുഡ് പോയ്സൺ. ഹായ് എപ്പോഴുമേ തമിഴ്നാട് ഫുഡ് പോയ്സൺ ഏൻ എപ്പോഴും എഴുതിയിട്ടില്ല, അത് അങ്ങനെ ഉദ്ദേശിച്ചു. എപ്പോഴുമേ തമിഴ്നാട് ഫുഡ് പോയ്സൺ ഏൻ എപ്പി சொல்றீங்க யாரோ தப்பு பண்ணா ഒരുത്തങ്ക പண்ற തപ്പ് ഏൻ ടോട്ടൽ തമിഴ്നാട് എന്നുള്ള രീതിയില്. அப்படியெல்லாம் இல்ல, நீ தமிழ் പറയണ്ട. அப்படியெல்லாம் இல்ல, நாங்க அங்கேருந்து வரும்போது ஒரு ஹோட்டல் சாப்பிட்டேன், அந்த ஹோட்டல் நல்லா இல்ல, அதனால അല്ല അങ്ങനല്ല. தமிழ்நாடு ஃபுல்லாவே சொல்லல. ഞാൻ പറയട്ടെ, തമിഴ്നാട് പസങ്ങളെ ഫുള്ളാവേ சொல்ல. ഏൻ പസങ്ങളെയോ? നമ്മൾ രണ്ടുപേരും തമിഴ്നാട്ടിലാണ് ഗൈസ് പഠിച്ചത്, BSc ഫസ്റ്റ്. അവന്റെ സ്റ്റഡീസും ഞാനും പഠിച്ചതും പകുതിയോളം തമിഴ്നാട്ടിൽ വെച്ച് തന്നെ. അല്ല എന്നിട്ട് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്റ്റലിലെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. എന്റെ ഹോസ്റ്റലിൽ, അവന്റെ ഹോസ്റ്റലിൽ വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫുഡ് കൊള്ളൂലായിരുന്നു. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി
പല പല നല്ല ഹോട്ടലിലും നല്ല അടിപൊളി ഫുഡാണ്. അവിടുത്തെ പൊറോട്ട, കോയിൻ പൊറോട്ട ഉണ്ടല്ലോ, Guys, ബലൂൺ പൊറോട്ടയോ ബൺ പൊറോട്ട. സോറി ബൺ പൊറോട്ട ഒക്കെ അടിപൊളിയാണ് ഗൈസ്. കുറെ ഫുഡൊക്കെ ഭയങ്കര, എനിക്ക് അവിടുത്തെ രസമാണ് ഇഷ്ടം, നമ്മുടെ നാട്ടിലത്തെ രസത്തിനെക്കാട്ടിലും. പക്ഷെ കുറെ ഫുഡ് നമ്മുടെ ഹോസ്റ്റലിലെ ഫുഡിന്റെ അല്ല, എനിക്ക് തമിഴ്നാട്ടിലെ ബിരിയാണി, എനിക്ക് തമിഴ്നാട്ടിലെ കുറെ ഫുഡ് ഇഷ്ടമാണ്. ഞങ്ങൾ കേറിയ ഫുഡ് അല്ല കേറിയ ഹോട്ടൽ കൊള്ളത്തില്ല, അതുകൊണ്ടാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗൈസ്. തമിഴ്നാട് നല്ലതാണ്. തമിഴ്നാട്ടിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവൻ വലിയ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര, നമ്മുടെ നാട്ടിലെയും ചില ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതേപോലെ അവിടുത്തെ ചില ഫുഡ് എനിക്ക് ഒട്ടും പറ്റത്തില്ല. പൊങ്കൽ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അവന് മിക്ക തമിഴ്നാട്ടിലെ, കേരളത്തിലെക്കാട്ടിനും ഇതിനിഷ്ടം തമിഴ്നാട്ടിലെ അങ്ങനൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ് ഗൈസ്. ശരിക്കും ഉപ്പുമാവ് ഇഷ്ടമാണ്. എനിക്ക് ഉപ്പുമാവ് നാട്ടിലും ഇഷ്ടമല്ല, അവിടെ ഇഷ്ടമല്ല. എനിക്ക് തമിഴ്നാട്ടിലെ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടം. നല്ല ഇനി അടുത്ത കമന്റ്, ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആകും. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെപ്പറേറ്റ് ഒരു ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങിക്കാനുള്ള ഒരു ഇതില്ല, ഒരു നമുക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ മടിയനായി പോകും. അവരും ഞാനിപ്പോ അവിടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അവരെനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഒന്നും എനിക്ക് പ്രിഫർ ചെയ്തിട്ടില്ല. കൈക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ വീൽ ചെയർ യൂസ് ചെയ്യുക എന്നുള്ള ഇതാണ്. എന്ന് വെച്ചാൽ കൈക്കും അത്യാവശ്യം പവർ കിട്ടും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇലക്ട്രിക് വീൽ ചെയർ എന്തുകൊണ്ട് നല്ലതാണ്, നമുക്കിപ്പോ എല്ലായിടും ഒന്നും ഇതേ പോവാൻ പറ്റണം എന്നൊന്നും ഇല്ല. ഇലക്ട്രിക് വീൽ ചെയർ നല്ലതാണ്, പക്ഷെ നമുക്കത് അഫോർഡബിൾ അല്ല. ഇലക്ട്രിക് വീൽ ചെയർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വിലയായിട്ടൊന്നും തോന്നത്തില്ല, പക്ഷെ നല്ല വിലയാ. 1 ലക്ഷം രൂപയൊക്കെ എങ്ങനെ പോയാലും കയ്യിൽ നിന്ന് പൊട്ടും. അതുകൊണ്ട് കയ്യിൽ നിന്ന് പൊട്ടാൻ നമ്മുടെ ഇല്ല കേസ്, അല്ല പൊട്ടുമെന്ന്, അപ്പൊ പൊട്ടിക്കാനില്ല, പൊട്ടും. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഇൻഡിപെൻഡന്റ് ആവും, അത് ശരിയാണ്. എനിക്ക് തോന്നുന്നിടത്ത് എനിക്ക് അപ്പൊ ഒന്നോടെ മടിച്ചനാകും ഗൈസ്. അപ്പൊ ആ ഒരു രീതിയില് നമ്മളത് കൂടുതൽ അല്ലേ. അല്ല, എനിക്ക് ഈ വീൽ ചെയറിൽ തന്നെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു ബൈക്ക് പോലെ ആക്കുന്ന ഒരു സംഭവം ഉണ്ട്, നിയോ മോഷൻ എന്ന് പറഞ്ഞാൽ. അതെനിക്ക് വാങ്ങിച്ച കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കട്ടെ. ഇനി അടുത്തത് കുറച്ച്, ജ്യോതികയ്ക്ക് രേവതിയുടെ മുഖച്ഛായ യദുവിന് തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല ഗൈസ്. അയ്യേ. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കമന്റ്സ് നമ്മൾ ഒരുമിച്ച് വായിക്കുവാണ്. യദുവിന് ഹനുമാൻ കൈൻഡിന്റെ കട്ടുണ്ടല്ലോ, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞു, ഹനുമാൻ കൈൻഡ് അറിയാം നിനക്ക്? എനിക്കറിയാം, മറ്റേ പാട്ടാണ് കമോൺ ഗൈസ്, അല്ല അറിയാം എനിക്ക്, മറ്റേ റാപ്പ് സോങ് പാടുന്നല്ലേ, എനിക്ക് എന്റെ കോഴിക്കോട് മലപ്പുറംകാരനെങ്കിൽ അല്ലേ. എന്റെ 2-3 കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, എന്നെ കാണാൻ ഹനുമാൻ കൈൻഡിനെ പോലെ. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. എന്നെ കാണാൻ ഹനുമാൻ കൈൻഡിനെ പോലാണോ? അല്ല. ആസിഫ് അലിയെ പോലെയുണ്ട് ഏതോ. അത് കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിച്ചെടുക്കും, കണ്ണിന്റെ അവിടെ അങ്ങനെയൊക്കെ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ. പിന്നെ അത് ജിസ്മയുടെ ഒരു മുഖച്ഛായ ഉണ്ട് ചേച്ചിക്ക്. ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ്, എനിക്ക് ജിസ്മയുടെ തോന്നിയിട്ടില്ല ഗൈസ്. ജിസ്മ ചേച്ചി നമ്മുടെ മൂത്താണ് അവര്. നമ്മളൊക്കെ സത്യം പറഞ്ഞ ഒത്തിരി പ്രായമൊന്നുമില്ല ഗൈസ്. നമ്മളെ ഇപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മൂമ്മമാരൊക്കെ വന്നിട്ടും ഞാൻ എന്നെ ചേച്ചി എന്നാണ് ഗൈസ് വിളിക്കുന്നത്. പിന്നെ ചേച്ചി ചേട്ടന് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഒത്തിരി പ്രായമൊന്നുമില്ല ഗൈസ്. അടുത്തത്, എനിക്ക് ഈ ചേച്ചിയെ കാണുമ്പോൾ സായി പല്ലവിയെ പോലെ തോന്നുന്നു. അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് തിരുവനന്തപുരത്ത് ഉണങ്ങിയ സായി പല്ലവി ഗൈസ്, ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഞങ്ങള് ശംഖുമുഖത്തെ ബീച്ചിൽ എന്താ വാങ്ങിക്കാറ്, പാനിപ്പൂരി വാങ്ങിച്ചോണ്ടിരിക്കാൻ. പാനിപ്പൂരിക്കാരൻ ഇവളെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഞാനും അവനെ ഇങ്ങനെ നോക്കുന്നു. ഇവനെന്തിനാ ഇവളെ നോക്കുന്നത്? പാനിപ്പൂരിക്കാരൻ തിരിച്ചു ഇങ്ങനെ നോക്കും. പക്ഷെ പാനിപ്പൂരിക്കാരൻ എന്നെ അല്ലേ നോക്കുന്നത്, ഇവളെ നോക്കിക്കൊണ്ട്. അപ്പൊ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവനെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇവളെ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഒരു പാനിപ്പൂരിയാണ് പറഞ്ഞു തന്നപ്പോഴാണ് അവൻ പറഞ്ഞത്, അക്കാവെ പാക്കറതുക്ക് സായി പല്ലവി മാതിരിയെ ഇറുക്കുന്നു.
ഞാൻ എന്നിട്ട് ഇല്ല ഗൈസ്, കൊറേ പേര് വന്നിട്ടുണ്ട്. സായി പല്ലവിയോട് കട്ടില്ലേ, എനിക്ക് മാത്രം തോന്നിയാണോ മറ്റേ ആർക്കെങ്കിലും തോന്നിയോ? ഷീസ് ലുക്ക് ലൈക്ക് സായി പല്ലവി, പ്രേമ മൂവി മലർ പോലെ. മലർപ്പൊടി മലർപ്പൊടി പോലെ എന്നാണോ? മയങ്ങൂ അല്ല, മലർപ്പൊടി പോലെ എന്നാണോ? ഇതിനാവശ്യമില്ല. ശരി എന്നാ. അപ്പൊ ആ കമന്റ്, അങ്ങനെ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു ഗൈസ്. ഫോൺ ഹാങ് ആയി ഗൈസ്. രണ്ടുപേരും ഒരു വീട്ടിലാണോ? നമ്മൾ രണ്ടുപേരും രണ്ട് വീട്ടിലാണ്. ചില ദിവസങ്ങളിൽ ഒരു വീട്ടിലാകാറുണ്ട്. അതെ, എനിക്ക് അവളുടെ അടുക്ക പോയി നിൽക്കാൻ തോന്നുമ്പോ ഞാൻ അവളുടെ അടുക്ക പോയി നിൽക്കാറുണ്ട്. ബിക്കോസ് എനിക്കത് വലിയ കുറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനും ചില ദിവസം ഇവിടെ ഞാൻ രാത്രിയിലും സ്റ്റേ ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ രണ്ട് വീട്ടുകാർക്കും അത് അങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, തല കെട്ടിയില്ലെന്നേ ഉള്ളൂ. നമ്മൾ കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ എന്റെ വീട്ടിലാണ് കുറെ നേരത്തെ വന്നിട്ടുണ്ട്. എന്റെ വീട്ടിലാണ് കുറവ്. ഞാൻ രാവിലെ ഇവിടെ വരും. രാവിലെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ആയിരിക്കും പോകുന്നത്. ചില ദിവസം നൈറ്റും പോകത്തില്ല. ചിലപ്പോ റെസ്റ്റ് എടുക്കും വീട്ടില്. റെസ്റ്റ് ഒന്നല്ല, ചില ദിവസം വരത്തില്ല. രാവിലെ ചിലപ്പോ എണ്ണിക്കുമ്പോ താമസിക്കൂ. എന്താ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് അവന്റെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ ആണെങ്കിൽ പോലും ഫോണിൽ വിളിച്ചിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെക്കാട്ടും നല്ല ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ, ഫോണിന് റെസ്റ്റ് കൊടുക്കാമല്ലോ. പറഞ്ഞ അവളിവിടെ വരുമ്പോ അവള് മിക്ക ദിവസം വരും. മിക്ക ദിവസം വന്നിട്ട് വൈകുന്നേരം അച്ഛനോ ചേട്ടനോ വന്ന് വിളിച്ചുകൊണ്ട് പോകും. സത്യം പറഞ്ഞാ എന്താ, അവള് വരുന്നോണ്ട് ഞാനും ഹാപ്പിയാ, ഞങ്ങളുടെ വീട്ടിലുള്ളവരും ഹാപ്പിയാ. മീൻസ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരാശ്വാസമാണ് അവളുള്ളപ്പോ. ഒരു അമ്മയ്ക്കും കുറച്ച് ഒരു റിലീഫാണ്. എന്റെ കുറച്ച് കാര്യങ്ങൾ അവള് നോക്കും. അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഇവരുടെ മാരേജ് കഴിഞ്ഞോ? ചേച്ചി ഇവരുടെ വീട്ടിൽ തന്നെയാണോ താമസം? അതുപോലെ കുറെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ കൂടുതൽ വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല ഗൈസ്, നമ്മൾ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല. നമ്മൾ രണ്ട് വീട്ടിലാണ് താമസം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് വീട്ടിലും രണ്ടുപേരും വന്ന് നിൽക്കാറുണ്ട്. ഇജ്ജ് ഈ നേരത്താണോ വീഡിയോ ഇടുന്നത്? അതിന്റെ കറക്റ്റ് വാ വിളിച്ചപ്പോ തന്നെ അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് നൈറ്റ് ആണ് കൂടുതൽ. ഒരു 2 മണി, ചിലപ്പോ 2 മണി പോകാറുണ്ട്, 11 മണി, 10 മണി. 10 മണിക്ക് ശേഷമാണ് കൂടുതലും യൂട്യൂബിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് യൂട്യൂബിനകത്ത് അത് എന്താന്ന് പറഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള വ്ലോഗേഴ്സിനെ പോലെ അല്ല അങ്ങനെ പറയണ്ട. ഒത്തിരി പേരുണ്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് ഒരു കുറച്ച് പരിമിതികളുണ്ട്. ഫോൺ ഒന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ. അതിനെക്കാട്ടിനും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, രണ്ട് വീട്ടിലാണ്. നമ്മൾ കുറച്ച് ദൂരമുള്ള കുറച്ചുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ വെന്നിട്ട് കുളിച്ചെന്ന് പറയണ്ട, വരുമ്പോ രാവിലെ എണീറ്റ് പല്ല് വെച്ചിട്ടൊക്കെ കഴിച്ചിട്ടൊക്കെ ചിലപ്പോ കഴിക്കും, കഴിക്കാതൊക്കെ വരുന്ന സമയത്ത് വരുമ്പോ താമസിക്കുമായിരിക്കും. ചിലപ്പോ മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോ ഉറങ്ങുമായിരിക്കും. ഇപ്പോഴും ഞാനിപ്പോ മരുന്ന് കഴിച്ചിട്ട് സെഡേഷൻ അതാ ഉറക്കം മൂടാണ് പകുതി സമയം. സെഡേഷൻ മൂഡ് അല്ലെങ്കിൽ അങ്ങനൊക്കെ കുറെ ഇതുണ്ട്. ആ ഒരു സാധനം ചിലപ്പോ ഉച്ചയ്ക്കും മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങും. അപ്പം നമുക്ക് പറ്റുന്ന കുറച്ച് സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തിട്ട് ഇപ്പൊ രാവിലെ എടുക്കുവാണെന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യുന്നത് കുഞ്ഞാനാണ്. അപ്പം എഡിറ്റ് ചെയ്യുന്നോണ്ട് ഇപ്പൊ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് രാത്രിയാകും ഗൈസ്. പിന്നെ അപ്പൊ നമ്മൾ അപ്പോഴല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അത്രയും താമസിക്കുന്നത്. പിന്നെ മറ്റേ ഇതിനു മുന്നേ ഞങ്ങൾ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, അത് പോയി കാണണം. മോഹൻലാലും ശോഭന 144p. 144p അത് ഞങ്ങൾ ശോഭനയും മോഹൻലാലും ഒന്നുമല്ല ഗൈസ്, അത് ഞങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു റീക്രിയേഷൻ പോലെ ചെയ്ത് നോക്കിയതാണ്. റീക്രിയേഷൻ പറയാൻ പറ്റത്തില്ല. അതിന്റെ അകത്തില് കുറെ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ്, അതുകൊണ്ടാട്ടെ ഇങ്ങനെ കമ്മലൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. ഞാനെന്ത് വേണഞ്ഞോട്ടെ. അപ്പൊ ഞാൻ എന്നെ പോലെ ഞാൻ എന്താ പറയാൻ വന്നത്? ഇതാണ് ഗൈസ് കുഴപ്പം. ഇതിനകത്ത് വേറൊരു കമന്റ് ഉണ്ട്. അത് കിട്ടി പിന്നെ പറയാം. എന്നിട്ട് അത് പിന്നെയും പോയി.
ആ കിട്ടി. അപ്പോ ഇതിലൊരു കമന്റ് ഉണ്ട്, ക്യാമറമാൻ അടിപൊളി. എന്റെ ക്യാമറമാൻ ഞങ്ങള് തന്നെയാണ് ഗൈസ്. ഞങ്ങള് ഫോൺ ചില സമയത്ത് ചേട്ടനോ അല്ല, ആ വീഡിയോ ഇടത്തില്ല, ആ വീഡിയോ ഇടത്തി ഇങ്ങനെ ഞങ്ങള് ഫോൺ ഇങ്ങനെ ചാരിയൊക്കെ വെച്ച വീഡിയോ എടുത്തത്. ഓരോരുത്തർക്ക് ചാരി വെച്ചും പിന്നെ അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തത്. നെക്സ്റ്റ്, ഇവൾ എപ്പോഴും അവിടെ തന്നെയാണോ? പറഞ്ഞല്ലോ. ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അങ്ങനെ നിങ്ങളുടെ പഴയ പിക്ക് കുറച്ച് കാണിക്കാമോ? നമ്മള് കുറച്ച് കാണിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്യും. നമ്മള് ഒരു വീഡിയോ ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. പഴയ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യും. ഇവിടെ പന്നലായിട്ട് അല്ല, ഞാനും പന്നലാണല്ലോ. നമ്മൾ രണ്ടുപേരും ഇത്രയും ഭംഗിയൊന്നും ഇപ്പൊ ഭംഗിയുള്ള പോലെ പഴയ പിക്ക് വെച്ച് നമ്മള് റിയാക്ഷൻ വീഡിയോ ചെയ്യും. യദു ആൻഡ് ജ്യോതിക എന്താ പഠിച്ചത്? ടെക്നീഷ്യൻ, BSc ഫോറൻസിക് സയൻസ്. മോള് ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, വർക്ക് ഫ്രം ഹോം. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും ഇവന്റെ അടുത്ത് നിക്കണം ഗൈസ്. കാര്യം ഇവിടെ ഇപ്പൊ അമ്മ എവിടോട്ടെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് ഓടി വരാൻ വേണ്ടി ഞാനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അത്യാവശ്യം എനിക്ക് പൈസയും കിട്ടുമായിരുന്നു. ഇപ്പൊ എനിക്ക് പക്ഷെ പിന്നെ എനിക്ക് ഞാൻ ഇതുപോലെ ഒരു ചിരി മഴവിൽ മനോരമയിൽ പോയി തുടങ്ങിയ പിന്നെ എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. 2-3 മാസം ഷെഡ്യൂളിന് കണ്ടിന്യൂ ആയിട്ട് പോകേണ്ടി വന്നുകൊണ്ട് പിന്നെ അത് പോയി ഗൈസ്, പണി പോയി ഗൈസ്. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ പോകണം. പോണോ? സത്യം പറഞ്ഞ കൊറേയൊക്കെ ജോലിക്ക് ഞാൻ കാരണം പോവാഞ്ഞത്. ഞാൻ കാരണം കൊറേ ജോലിക്ക് പോവാതിരുന്നിട്ടുണ്ട്. സ്കിപ്പ്, ഞാൻ ചോദിക്കട്ടെ കേട്ടോ പ്ലീസ്. ചേച്ചിയുടെ വെയിറ്റ് ഹൈറ്റ് എത്രയാ? അതെന്താ ചോദിച്ചെന്നുള്ള? 3 അടി 35 കിലോ. അല്ല, 5 ഉണ്ട് ഗൈസ്. 5 വെയിറ്റ്. എനിക്ക് തോന്നി ഇത് ചോദിച്ചത് ഇവന്റെ മടി ഇരുന്നോണ്ട് ഇങ്ങനെ അത് വീഡിയോ ഒക്കെ കാണുമ്പോ അത് വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. എനിക്ക് 45. ആ വീഡിയോയുടെ കമന്റ് ആണോ? അല്ലല്ല, എനിക്ക് അറിഞ്ഞൂടാ ഏത് വീഡിയോയുടെ ആണ്. 45 കാണും. 35 ഉള്ളായിരുന്നു, ഞാൻ പതിയെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. 45 കേസ്. ജ്യോതിക ചേച്ചിയുടെ സ്കിൻ സീക്രട്ട് ഷെയർ ചെയ്യാമോ? അരിപ്പൊടി, മൈദ, ഉലുവ, തൈര്, പിന്നെ വീട്ടിലെ പച്ചക്കറി സാധനങ്ങളൊക്കെ അരച്ച് തേക്കും. പിന്നെ സൺസ്ക്രീൻ. പിന്നെ ലിപ്സ്റ്റിക്, ഐലൈനർ, പൊട്ടൊക്കെ തൊടുന്നു. അതൊരു മേക്കപ്പ് എന്നുള്ള രീതിയിൽ മേക്കപ്പ് ആണോന്ന് ചോദിച്ചാണ്. പക്ഷെ വേണമെങ്കിൽ ഇവിടെ ചുമപ്പിക്കാൻ ലിപ്സ്റ്റിക് വേണമെങ്കിൽ അത്രേ ഉള്ളൂ. അല്ല, ഓൾറെഡി ഇവക്ക് ഇവിടെ ചുമപ്പുണ്ട്. ഇങ്ങനെ 2 അടി അടിച്ചാൽ മതി, ഇപ്പൊ ചുമക്കും. ചുമന്ന് കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, ഏത് എണ്ണ മനോരമയിൽ വരുന്നത്? ചുമ്മാതാ. അന്ന് പോലും ഇവൻ അവിടെ കാണണം, പുറത്തൊക്കെ കാണണം, ആ സ്റ്റുഡിയോ കാണണം എന്നുള്ള രീതി വന്നതാണ്. എന്റെ പെർഫോമൻസ് കാണണം, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറണം എന്നുള്ള രീതി വന്നതല്ല. ഇടയ്ക്കൊരു എനിക്ക് തന്നെ ഒരു ഡിപ്രഷൻ സാധനം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഇവനെ കൊണ്ടുപോകുന്നത് തന്നെ എന്റെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് ആ ഒരു രീതിയിൽ ആക്കാനാണോ എന്നുള്ള രീതിയിൽ. ദൈവത്തിനാണ് സത്യം, ഞാൻ അങ്ങനെ രീതി മനസ്സിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം ചിന്തിച്ചിട്ടില്ല. കാര്യം അവിടെ എല്ലാവർക്കും എനിക്ക് റിലേഷൻ ഉണ്ടെന്നേ അറിയത്തുള്ളൂ. ഇതേപോലെ ആക്സിഡന്റ് പറ്റി ഈ ഒരു രീതിയിലൊന്നും അറിയത്തില്ല. ഒരു ശരി, ഇവളുടെ എപ്പിസോഡ് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഫസ്റ്റ് ഇതിനകത്ത് പോയപ്പോ എനിക്കുണ്ട് ഏട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഫസ്റ്റ് കണ്ടന്റ് തന്നെ യദുകൃഷ്ണയായിരുന്നു. പകുതി എന്റെ അച്ഛനും ഇവനും ആയിരുന്നു കണ്ടന്റ്, ഫസ്റ്റ് സ്റ്റാൻഡപ്പ്. അപ്പം അതിനകത്ത് അവര് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നില്ല. കാര്യം എന്റെ ഒരു ഗ്രൂമർ ഉണ്ട്, ബിബിൻ ചേട്ടനെ, ശരവിൻ ചേട്ടൻ, ഇവർക്കൊക്കെ ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം അറിയുന്ന 2-3 പേരുള്ളൂ. അതിനകത്ത് 2 പേരായിരുന്നു. അവരെന്റെ കാര്യം ആ സമയത്ത് തീരെ കിടപ്പാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയുമെന്ന് അറിയാം.
അപ്പൊ ഞാൻ കരയുന്ന ആ ഞാൻ കരയുന്ന ഇതുപോലെ അല്ല റിങ് അടിച്ചതാ മനോഹര. അപ്പൊ അവിടെ രണ്ട് മഴവിൽ മനോരമയിൽ 2 ഗ്രൂമേഴ്സ് ഉണ്ട്, ബിബിൻ ചേട്ടനും ശരവേന്ദ്ര ചേട്ടനും നമ്മുടെ സ്റ്റാൻഡപ്പിന്റെ ഗ്രൂമേഴ്സ് ആണ്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് ഇതുപോലെ, പിന്നെ സജിച്ചേട്ടനും 3 പേർക്കെങ്ങാണ്ടേ അറിയത്തുള്ളൂ ഇവൻ ഇതേപോലെ ആക്സിഡന്റ് പറ്റിയ കാര്യം. ഞാനൊരു ദിവസം ഭയങ്കര കരച്ചില്ല. ആ സമയത്ത് ഒരു ബെഡ് സോറ്, മറ്റേ കുമ്പനാട് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റലിനെ പറ്റി, അവിടുത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കരച്ചിലായ സമയത്ത് അപ്പൊ എന്റെ പെർഫോമൻസിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ എന്ത് പറ്റി ചോദിക്കാന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, നീ പറയണ്ട, നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ടന്റിനെ ബാധിക്കും, നീ നിന്നെ ഏട്ടായി ആരാൻ എന്തായാലും ചോദിക്കും, അപ്പോഴും പിന്നെ പറയാം എന്നുള്ള രീതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അതിനകത്ത് പറയുന്നുള്ളൂ. അങ്ങനെ കണ്ടന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേ കണ്ടന്റ് ആക്കായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ തവണയും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവൻ എന്റെ പെർഫോമൻസ് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്, പക്ഷെ എന്നിട്ട് പോലും സ്റ്റേജിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ആർക്കും ഇന്നേ വരെയും രണ്ടാമത്തെ പെർഫോമൻസിൽ ഫാമിലി മൊത്തം സ്റ്റേജിൽ കയറ്റാൻ ആർക്കും ഭാഗ്യം കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടി. അത് ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ പകുതിക്ക് വെച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സോഫ കൊണ്ടിടുന്നതും ഇവനും എന്റെ ഫാമിലിയും ഒക്കെ വരുന്നതും. എന്റെ പകുതി തൊട്ട് എന്റെ കണ്ടന്റ് വരെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞതൊന്നും അല്ല, അകത്ത് കയറി പറഞ്ഞു ഉണ്ടാക്കി വരുമെന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്തും ഒട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഞാൻ ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ജഡ്ജസിനെ ഒന്നും നോക്കുന്നില്ല, ക്രൂ മെമ്പേഴ്സിനെ നോക്കുന്നില്ല, ഞാൻ മൊത്തം നോക്കുന്നത് ഇതിന്റെ മുഖത്തോട്ടാണ്. ഇങ്ങനെ ചിരിച്ച് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ ഇവളുടെ സ്റ്റാൻഡപ്പ് എന്തോന്ന് ഫുൾ എനിക്കറിയാം. അപ്പൊ ഇവൾ എന്നെ പറഞ്ഞ് എല്ലാം കേൾപ്പിക്കാറുണ്ട്. പക്ഷെ ആ സ്റ്റേജിൽ കയറി ഇവള് പെർഫോം ചെയ്ത് കൊളാക്കി, തെറ്റിച്ചാ പറയുന്നത്. കാര്യം തെറ്റിച്ചു അവനെ മനസ്സിലാവുള്ളൂ, കാര്യം നേരത്തെ. പക്ഷെ എന്നാ പോലും അത് കാണുമ്പോ ചിരിക്കാനും കൈയടിക്കാനും എനിക്ക് തോന്നി, പകുതി വരെ പ്രൗഡ് മൂമെന്റ് അല്ലേ. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം. അപ്പം എന്താ അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് എനിക്ക് കുറെ പേര് പേഴ്സണലി ഒക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, യദുവിനെ ഇനി എപ്പോഴാ മഴവിൽ മനോരമ കൊണ്ടുവരുന്നത്? അവൻ സ്റ്റാൻഡപ്പ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൻ സ്കിറ്റ് ചെയ്യുന്നില്ല ഇവിടെ. അല്ല ഞങ്ങള് സ്കിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ചിലപ്പോ നമുക്ക് സ്കിറ്റ് ചെയ്യാനുള്ള അഭിനയിക്കാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കണം, അതാ മാർഗമാണ്. അതുകൊണ്ട് നമുക്ക് അത് ആ ഒരു രീതിയിൽ ഇനിയിപ്പം ഇത് വെച്ചിട്ട് എന്തായാലും നമ്മൾ പോത്തില്ല ഗൈസ്. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ ഇനി ആരും ചോദിക്കരുത് ഗൈസ്. You both are really funny. ആണോ ഗൈസ്? Yadu, can you drive? പിന്നെ ഞാൻ ബൈക്ക് അടിപൊളിയായിട്ട് ഓടിക്കും, സൂപ്പറായിട്ട് ഓടിക്കും. എന്റെ നന്നായിട്ട് ഓടിക്കായിരുന്നു ഗൈസ്, നന്നായിട്ട് ഓടിക്കുമായിരുന്നു. എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും. എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല, ലൈസൻസും ഇല്ല. ഞാൻ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പണ്ട് കൊണ്ട് പോകും മോട്ടോർ വെഹിക്കിൾ. അല്ല, ഞാൻ കാർ ഓടിച്ച പഴയ മെമ്മറി ഞാൻ ആലോചിക്കുക. ഞാൻ കാർ ഓടിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്ക് ഞാൻ സൈഡ് കൊടുത്തത് ഒരു കുഴിക്കകത്ത് തന്നെ ആ വീട്. ആ കുഴിക്കകത്തിലോട്ട് വണ്ടി പോവാൻ നേരം എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ കാർ ഓടിച്ച് പഠിക്കുക. അപ്പോൾ ഒരു ലോറിക്ക് സൈഡ് കൊടുത്ത് ആ വണ്ടിയുടെ പകുതി കുഴിക്കകത്തോട്ട് പോയി. ആ കുഴിക്കത്തിലെ വീട്ടിലുള്ള അമ്മച്ചി ഏത് വഴിയാ ഓടിയെന്ന് എനിക്ക് പറഞ്ഞിട്ടോ ഒറ്റ ഓട്ടമായിരുന്നു ആ അമ്മച്ചി. എന്നോട് എന്താ ആരും ചോദിക്കാത്ത? വണ്ടി ഓടിക്കാൻ അറിയായിരിക്കും പിന്നെ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഗൈസ്, പക്ഷെ ലൈസൻസ് ഇല്ല. സ്റ്റാർട്ട് ചെയ്യാനും നിർത്താനും അറിയത്തില്ല, ഓടിക്കാൻ അറിയാം. അല്ല, സ്റ്റാർട്ട് ചെയ്യാൻ നിർത്താനൊന്നല്ല, വണ്ടി ഓണാക്കാൻ അറിയാം. പക്ഷെ വണ്ടി എവിടെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പോവാനും അറിയത്തില്ല. വണ്ടി അതെങ്ങനെ ശരിയാകും ഗൈസ്? ആശാൻ ഇവരൊക്കെ ആയിരുന്നു എന്റെ അച്ചാച്ചൻ, മെയിൻ ആശാൻ എന്റെ അച്ചാച്ചൻ ഇവനൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയാ ശരിക്കും ഓടിക്കും ഗൈസ്? എടി ഞാൻ എൻ്റെ കുറച്ചുകൂടെ നന്നായിട്ട് എന്നെ പഠിപ്പിച്ചത് കോൺഫിഡൻസ്. നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്രീ ആക്സിലേറ്റർ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും ശരിക്കല്ല ഗൈസ് പഠിപ്പിച്ചത്. ഇവൻ അവൻ എന്ന് പറയല്ലേ മോളെ, ചേട്ടാ അല്ലെങ്കിൽ പേര് പറഞ്ഞു വിളിക്കൂ. ചേട്ടാ ഏട്ടാ. കാര്യം എന്താന്ന് അറിയട്ടെ, നമ്മള് പേര് പറഞ്ഞു വിളിക്കാറുണ്ട്.
പിണങ്ങിയിരിക്കുമ്പോ ഞാൻ വിളിച്ചിട്ട് യദു കൃഷ്ണ പറ, അവൻ ജ്യോതിക ജെ പറ, അങ്ങനാ പറയുന്നത്. അങ്ങനെ നമ്മൾ പേര് വിളിക്കാറുള്ളൂ. മാത്രമേ പേര് വിളിക്കാറുള്ളൂ. ആ സമയത്ത് മാത്രമേ വിളിക്കാറുള്ളൂ. നമ്മൾ ഞങ്ങളുടെ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്, കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കുമ്പോ മാത്രമായിരിക്കും കൂടുതൽ അവൻ ഇവൻ ഞാൻ എല്ലാം വിളിക്കാറുണ്ട് ഗൈസ്, അല്ലേ? അത് അവന് ഇഷ്ടമാണ്. നമ്മൾ ഒത്തിരി കംഫർട്ടബിൾ ആണ് അതിനകത്ത്. ബഹുമാനക്കുറവുകൊണ്ടൊന്നുമല്ല, ബഹുമാനം അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലേ കുഞ്ഞ? ഉണ്ടോ ഗൈസ്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലേ? നിനക്കൊരു സംശയം പോലെ? എനിക്ക് സംശയമൊന്നുമില്ല കുഞ്ഞ. കല്യാണ വീഡിയോ ഇടാമോ അല്ലെങ്കിൽ ഫോട്ടോസ്? വീഡിയോ പിന്നെ ഇട്ടാലും മതി. കല്യാണം കഴിച്ചിട്ടില്ല ഗൈസ്. ഞാൻ എന്താ പറയുക? ചേട്ടാ ഏത് സിറ്റുവേഷൻ വന്നാലും ചേച്ചിനെ വിട്ട് കളയല്ലേ കേട്ടോ. ഷീസ് എ ജെം. അത് ഞാൻ പറഞ്ഞു, ഞാൻ വിട്ട് കളയത്തില്ല. ഇടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നുണ്ട് മരുന്നിന്റെ. ഉറങ്ങല്ലേ കുഞ്ഞ? ഇല്ല, ഷീസ് എ ജെം. സോ നോ വേ. വൈ സോ ക്യൂട്ട് യു ബോത്ത്. വൈ 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 നമ്മൾ ക്യൂട്ട് ആണോ ഗൈസ്? ബോത്ത് അത് നീ ഉണ്ടാക്കി പറഞ്ഞല്ലേടി? ഇല്ല, ബോത്തെന്നുണ്ട് ഗൈസ്. കമന്റ് ഇതിനകത്ത് ഇടും. കള്ളത്തരം പറയത്തില്ല ഞാൻ. യു ബോത്ത്. ഞങ്ങൾ ക്യൂട്ടാണ് ഗൈസ്. ഞാൻ ക്യൂട്ടല്ലേ? നിങ്ങൾക്ക് മാരേജ് ചെയ്തൂടെ? എന്താ ഭംഗി. രണ്ടുപേരും എന്തായാലും ജ്യോതിക യദുവിന്റെ ലൈഫ് വന്ന് മാരേജ് ചെയ്ത് ലൈഫ് ഫുൾ എനർജി ആക്കിക്കൂടെ? ഞാൻ മാരേജ് ചെയ്തില്ലെങ്കിലും, ഇപ്പൊ ചെയ്തില്ല, ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ അവന്റെ ലൈഫ് ഫുൾ കളർ ആക്കുന്നുണ്ട്, എനർജി ആക്കുന്നുണ്ട് ഗൈസ്, ഇല്ലേ കുഞ്ഞ? മാരേജ് സത്യം പറഞ്ഞാൽ നമുക്ക് കോമൺലി കമന്റ് ആണ് കൂടുതലും വരുന്നത്, അതുകൊണ്ടാണ്. മോൻ നന്നായി പാടുന്നുണ്ടല്ലോ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് ഗൈസ്. 6-7 വർഷം പഠിച്ചിട്ടുണ്ട് ഗൈസ്. ക്ലാസിക്കൽ സോങ് 6-7 വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ സോപാന സംഗീതം പഠിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പിന്നെ സ്റ്റേറ്റിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കല്ല, സ്റ്റേറ്റിലൊക്കെ ഞാൻ വിന്നർ ആയിരുന്നു ഗൈസ്. യദു ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് സീസണിൽ. എവിടാ? ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടിട്ട് പോലും ഇല്ല ശരിക്കും. ദൈവമേ, ഇതൊന്നും പറയാതെ. വർഷമാണോ? ആ ജ്യോതിക കണ്ടിട്ടില്ല. ജ്യോതിക ഗോ ഫോർ അലീനേഴ്സ് ട്രീറ്റ്മെന്റ് ബ്രേസസ്. ഞാൻ അഗ്രി ചെയ്യത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അവൻ ഇഷ്ടമല്ല ഗൈസ് പല്ലി കമ്പിടുന്നത്. ഇത് എന്ത് മനോഹരമായ പല്ലാണ് ഈ പല്ല് പൊളിക്കുന്നേ. ഈ പല്ലിൽ എന്തിനാണ് ഗൈസ് അല്ല, എന്ത് ഭംഗിയാണ്. അവന് ഇഷ്ടമല്ല ഗൈസ്. എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല ഞാൻ പല്ലി കമ്പിടുന്നത്. പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുമ്പോ ഞാൻ പെട്ടെന്ന് ഡിപ്രഷനിലാകും. അപ്പം അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ആ മുടി വെട്ടാണ്ട് തുമ്പ് പോലും വെട്ടാൻ സമ്മതിക്കത്തില്ല. ഞാൻ മാത്രമാണോ? ആ വീട്ടില് സമ്മതിക്കത്തില്ല. പിന്നെ സമ്മതിക്കാത്തത് അല്ല, എന്റെ ഞാൻ എന്നിട്ട് വെട്ടിട്ടുണ്ട്, ഇവിടെ വെച്ചൊക്കെ വെട്ടിട്ടുണ്ട്, എന്നിട്ട് വളർന്നതാണ്. പിന്നെന്തായിരുന്നു, പല്ലി കമ്പിയിടാൻ ഒട്ടും സമ്മതിക്കത്തില്ല. പിന്നെ മൂക്ക് കുത്താനും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ അച്ഛനെ ചാക്കിലാക്കി കൊണ്ട് കുത്തിയതാണ്. പക്ഷെ അവന്റെ പ്രാക്ക് കൊണ്ട് പഴുത്ത് ഗൈസ്. അങ്ങനെ അതുപോലെ മൂക്ക് പനിയാകുന്ന കുത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ പനിയായി. അപ്പോഴത്തേന് എനിക്ക് മൂക്ക് ചീറ്റാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചീറ്റി ലാസ്റ്റ് ഒരു ദിവസം ചീറ്റിയപ്പോ മൂക്ക് കുത്തിയും കൂടെ വന്നു. അങ്ങനെ പിന്നെ ഞാൻ അഴിച്ചു കളഞ്ഞു ഗൈസ്. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തില്ല, അതായത് പൊതുവെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ. അവിടെ പ്രാർത്ഥിക്കൂ, ഇവിടെ പ്രാർത്ഥിക്കൂ, എല്ലാവിടവും പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയിൽ നിന്ന് മാറ്റമുണ്ടാകും. നമുക്കതിൽ നിന്ന് നമുക്ക് എന്താണ് അത് പറയാനുള്ളത്? ഈ യദുവിന്റെ പക്ഷം പറയാൻ ഞാൻ പറയാം. പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എല്ലായിടവും പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്, പ്രാർത്ഥിക്കും. ഈ കുറെ പേര് പറഞ്ഞുണ്ട് മറ്റേ കൃപാസനത്തിൽ പോ, ഇന്ന അമ്പലങ്ങളിൽ പോ. നമ്മൾ എല്ലായിടവും പോയിട്ടുണ്ട് ഗൈസ്, നമ്മൾ എല്ലായിടവും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗൈസ്. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കത്തില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ഒന്നുകൂടെ നമ്മുടെ ഇപ്പൊ ഉള്ള ലൈഫിനെ നമ്മൾ കൂടുതൽ എങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രാർത്ഥിക്കാറുണ്ട് ഗൈസ്. നമ്മൾ എപ്പോഴും ദൈവത്തിനെ അങ്ങ് ഭയങ്കര ശല്യമാകരുതല്ലോ.
നമ്മൾ എത്രമാത്രം അല്ല പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ടും കാര്യമില്ല. കാര്യമില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളാരും നിന്ദിക്കൊന്നും അല്ല. രാവോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന മതം ജാതി അങ്ങനെയുള്ളതൊന്നും നോക്കിയിട്ടല്ല, എല്ലായിടവും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പള്ളിയിലും പോയി പ്രാർത്ഥിക്കാറുണ്ട്, അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കാറുണ്ട്. രണ്ടുപേർക്കും കാസ്റ്റ് റിലീജിയൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പൊ നമ്മള് രണ്ടിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ ഈ സെപ്പറേഷൻ ചെയ്ത് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ എല്ലായിടവും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ എന്ന ആക്സിഡന്റ് പറ്റിയോ അന്ന് തൊട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 1 year കഴിഞ്ഞു. 1 year കഴിഞ്ഞ് കുറെ മാസങ്ങളും കഴിഞ്ഞു. ഇത്രയും മാസമായിട്ട് നമ്മൾ നേരത്തെ ആണെങ്കിലും അമ്പലത്തിലൊക്കെ പോകാറുള്ളതാണ്. അതുപോലെ നന്നായിട്ട് കരഞ്ഞും കരയാതെയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും നേർച്ചകളും എല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. അതൊന്ന്. രണ്ടാമത്തേത് യദുവിനെ പറയാൻ അനുവദിക്ക് എന്നുള്ളൊരു 2-3 തവണ എനിക്ക് ആ കമന്റ്സ് വന്നിട്ടുണ്ട്. സംഭവം എന്നാന്ന് വെച്ചാൽ അവൻ എന്താ പറയാൻ പോന്നേന്ന് എനിക്കറിയാം. ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം പക്ഷെ ക്യാമറ ഓൺ ആക്കുമ്പോ പൊതുവേ നീ കുറവാന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനല്ല, ഞാൻ പൊതുവെ ബ്ലാ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ആ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അല്ലാണ്ട് അവൻ പറയാണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മുന്നേ കയറി പറയുന്നൊന്നുമല്ല. പക്ഷേ എനിക്കതിന്റെ ഒരു അൺകംഫർട്ടബിൾ ഒന്നും തോന്നിയിട്ടില്ല. കറക്റ്റാണ് സംഭവം. ഞാൻ പറയാൻ പോകുന്ന സാധനമാണ് അവള് പറയാൻ വരുന്നത്. ഞാൻ പറഞ്ഞ് തുടക്കം ഇങ്ങനെ ഇപ്പഴും അവരെന്താ പറയാൻ പോകുന്നത് എനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സാധനം പിന്നെ പറയുന്നത്. അപ്പം കുറെ പേര് നല്ല 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 കുറെ കമന്റ്സ് ഉണ്ട്. നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന കുറച്ച് കമന്റ്സ് എടുത്തോന്നേ ഉള്ളൂ. നമുക്ക് നല്ല കമന്റ് പിൻ ചെയ്ത് വെക്കും. ഇനി തൊട്ട് ഇന്ന് തൊട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കമന്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കും. ആ കമന്റ് ചെയ്യുന്ന ആളുടെ പേര് നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് പറയുകയും ചെയ്യും ഗൈസ്. അതുള്ളല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കമന്റ് റിയാക്ഷൻ. നമുക്ക് എല്ലാ കമന്റും എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത റീസൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി കോമൺലി കൂടുതൽ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെയാണ് വരാറ്. അതെ. അത് മാത്രമല്ല കുറെ പേര് പറഞ്ഞല്ലേ പ്രാർത്ഥനയുടെ അവിടെ പോയൊന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഈ കമന്റ് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ എൻക്വയറി ചെയ്ത് അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഞാൻ റിപ്പോർട്ടൊന്നും അയച്ചു കൊടുക്കാത്ത ഹോസ്പിറ്റലില്ല സത്യം. എല്ലായിടവും അതൊക്കെ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ടുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ. ഇതിന്റെ അച്ഛൻ ഒരു സമയത്ത് എല്ലായിടവും പോകുമായിരുന്നു. മിക്ക ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, കുറെ വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവരെല്ലാരും കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത് ഭയങ്കര പാടാണ് ഗൈസ്. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കിട്ടാൻ. അതുപോലെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും ഗൈസ്. കിട്ടിയാലും മറന്നു പോകും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ള കാര്യം ഞങ്ങൾ മറന്നു പോകുന്നു. ഓർത്താല് ഞങ്ങൾ വീഡിയോ എടുത്തു തുടങ്ങിയ അതുപോലെ എല്ലാരും ചിലരൊക്കെ പറയും ഇങ്ങനെ ലാഗ് വരും. അത് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ ആരും പറയാറില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ലാഗ് വരും. നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തൊന്നും ചെയ്യുന്നില്ല. നമ്മള് സ്പോട്ടിൽ എന്താണോ പറയുന്നത് അതാണ് ഇതിനകത്ത് വരുന്നത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അഭിനയിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ സാധനം വരും, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സാധനം വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ സ്പോട്ടിൽ അങ്ങ് എടുത്തിടുകയോ ചെയ്യുള്ളൂ. പിന്നെ വീഡിയോയെ ലാഗ് ഈ നമ്മുടെ വ്ളോഗിനൊക്കെ ലാഗ് വരുവാണെങ്കിൽ ഇന്നപോലെ ഞാൻ പറഞ്ഞ പോലെ അതുപോലെ നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ കമന്റ്സിനകത്തൊക്കെ വരും. സജഷൻസ് ഒക്കെ വീഡിയോസ്. സത്യം പറഞ്ഞ അന്ന് മറ്റേ ഫുഡ് ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ ഫുഡ് ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് ഞാൻ ഫുഡ് ചലഞ്ച് പാനിപൂരി ചലഞ്ച് ചെയ്തിട്ട് അതിന്റെ കമന്റില് അത് ആ വീഡിയോയുടെ കമന്റ് കുറെ പേര് വന്നു പറഞ്ഞു ഇന്ന പോലെ ഇന്നപോലത്തെ ഫുഡൊന്നും കഴിക്കരുത്, ഹെൽത്ത് നോക്കണം എന്നൊക്കെ. എന്ത് ചലഞ്ച് ചെയ്യും? ഈറ്റിംഗ് ചലഞ്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ചെയ്യാൻ തന്നപ്പോ നമ്മളത് നോക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ പൈസ ഇല്ലാതെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മൾ പാനിപൂരിക്കൊക്കെ എന്തോ നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ കൂടെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല നല്ല ചലഞ്ചസുമായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. പതുക്കെ അതുവരെ നമ്മുടെ ഈ കുട്ടികളികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടിക്കളി എന്തോ ഞാൻ പറയുന്നത് കുട്ടികളിയാണ്. ഞാൻ സീരിയസ്. അപ്പം
എന്തായിരുന്നു ഇടയ്ക്ക് ലൈറ്റ് പോകാൻ വരുന്നതെന്ന് പറഞ്ഞാൽ വെയിലിന്റെ ഓരോ കുസൃതികൾ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, കുസൃതികൾ. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് അതുകൊണ്ടാണ് കേട്ടോ വേസ്റ്റ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ സജഷൻ പറയുക. അപ്പൊ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെല്ലിലെ ബട്ടൺ കിണുകിണ് അമർത്തുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ. ഇതൊക്കെ ഓരോരുത്തരുടെ കേട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ബൈ ബൈ.